നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ഫാമിലി വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഒരു ചെറിയ യാത്രയിൽ നിന്നാണ്. നമ്മളിന്ന് പോകുന്നത് ഒരു ആതുർബാന സ്വീകരണത്തിൽ പങ്കെടുക്കുന്നതിനാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലമായ ബൊളോഞ്ഞയിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ആട്ടോ അങ്ങോട്ടുള്ളത്. ഞങ്ങൾക്ക് ഇറ്റലിയിൽ മലയാളി ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടുള്ളവരിൽ കൂടുതൽ ആളുകളും താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ചെസ്സേന എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടുത്തെ ഈ ഒരു ആദ്യ കുർബാന സ്വീകരണവും കൂടെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് തന്നെ ഇറ്റാലിയൻ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ആതുർബാന സ്വീകരണത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം ആരംഭിക്കുകയാണ്. ഇവിടെ നമുക്ക് ലാറ്റിൻ രീതിയിലുള്ള മാസും അതിൻ്റെ ശുശ്രൂഷകളുമാണ് നടക്കുന്നത്. ഈ വെള്ള വസ്ത്രവും കാഴ്ച വസ്തുക്കളും ആയിട്ട് ഈ കുഞ്ഞുമക്കൾ വരുന്നത് കാണുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വന്നത് എൻ്റെ ആതുർബാന സ്വീകരണത്തിൻ്റെ നിമിഷങ്ങളാണ്. നമ്മുടെ സമ്മർ ക്ലാസ്സുകളും അത് കഴിഞ്ഞ് ആദ്യ കുമ്പസാരവും സ്വീകരിച്ച് ഇതേപോലെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് മെഴുതിരിയൊക്കെ കത്തിച്ച് പിടിച്ച് കയറി വരുന്ന ആ ഒരു നിമിഷം എത്ര മനോഹരമായിരുന്നല്ലേ അതൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഓർമ്മകളെല്ലാം ഓർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് വിട്ട് മാറിയിട്ടാട്ടോ അവർ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിനി പോകുന്നത്. അത് ശരിക്കും ഒരു ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണേ. ഒരു കേക്ക് കട്ടിങ്ങിലൂടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതാട്ടോ നാദിയ മോളുടെ ആയിരുന്നു ഇന്നത്തെ ഒരു ആദ്യ കുർബാന സ്വീകരണം. റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ഒരുവിധം നല്ല തിരക്കായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. അതേ സമയം തന്നെ 2-3 ഫംഗ്ഷൻ അവിടെ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മലയാളികളായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയ കുറേ നല്ല നിമിഷങ്ങളായിരുന്നു ഇതെല്ലാം. അധികം വൈകാതെ തന്നെ ഫുഡൊക്കെ സെർവ് ചെയ്തു. എല്ലാം ഇറ്റാലിയൻ രീതിയിലുള്ള പ്ലേറ്റിംഗ് ആയിരുന്നേ. കുട്ടികൾക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് ആയിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് കുറച്ചുകൂടി ഈ ഫ്രീത്തികളൊക്കെയാണ് താല്പര്യം. അപ്പോൾ അതിനനുസരിച്ച് തന്നെയായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2-3 ടൈപ്പ് പാസ്തകളൊക്കെ ആയിട്ടായിരുന്നു സെക്കൻഡ് കോഴ്സും ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുപോയി. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നല്ല വെതറൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ്. ഒരു വില്ലയോട് ചേർന്ന് ഇവർക്ക് ചെറിയൊരു ഫാമും കൂടിയുണ്ട് ഇവിടെ. അതിനകത്ത് പല ടൈപ്പ് ആടുകളും കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ ഇവിടെ ഇതിനോട് ചേർന്ന ഒരു കൂട്ടിനകത്ത് ഇവരിവിടെ ഒരു മാനിനെ കൂടിയാണ് വളർത്തുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് വിട്ടുമാറി കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇതുപോലൊരു ഏരിയ കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1-2 മണിക്കൂറത്തേക്ക് മക്കളാരും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലേ, അവരിതിൽ തന്നെയായിരുന്നു. പിന്നെ ആകെ ഞങ്ങൾക്ക് പണിപ്പെടേണ്ടി വന്നത് അവരെ ഇതിൽ നിന്ന് ഇറക്കാനാണ്.
അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 4 മണി 5 മണിയോടെയായി. ഇനി എല്ലാവരും തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നല്ല ലൈറ്റും നല്ല വെതറൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും കൂടി എടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ എടുത്തിരുന്ന കുറച്ച് വീഡിയോസും കൂടിയാണ് ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ ആദ്യമായിട്ടൊക്കെ ഞങ്ങളുടെ ചാനലിലെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരോടും ബായ്.